ഈ അടുത്തടുത്ത് ചെയ്ത 3 പ്രൊജക്ടുകളുടെ സ്വഭാവം 3 3ആണ്. ഉം, ഇപ്പൊ ഒരേ കടൽ ചെയ്യുന്നു, ഉം, ചോട്ട മുംബൈ ചെയ്യുന്നു, ഉം, ചോക്ലേറ്റ് ചെയ്യുന്നു. ഉം, 3 ടൈപ്പ് ഉം, സിനിമകളാണ്. അപ്പോ ഇപ്പൊ നമ്മള് കണ്ടിട്ടുള്ളത് മറ്റ് ഭാഷകളിലൊക്കെ ഉം, ഇപ്പൊ ബോളിവുഡിലൊക്കെ കണ്ടേക്കുന്നത് സഞ്ജയ് ലീല ബൻസാലിക്ക് ഒരു സെറ്റ് ക്യാമറാമാൻമാരുണ്ട്. ഉം, അവരായിട്ട് മാത്രമേ കൊളാബറേറ്റ് ചെയ്യുള്ളൂ. ഉം, അവരും ചിന്തിക്കുന്നതും നടക്കുന്നതും ഒക്കെ വളരെ സീരിയസ് മനുഷ്യന്മാരെ പോലെയാണ്. ഉം. സാറിന് എങ്ങനെ ഈ അഡാപ്റ്റബിലിറ്റി പറ്റുന്നത്? ചോട്ട മുംബൈ പോലെ ഒരു വൈബ് പടവും ചെയ്യുന്നുണ്ട്. ഒരേ കടൽ പോലെ വളരെ കണ്ടന്റ്ഫുൾ ആയിട്ടുള്ള ഒരു സിനിമയും ചെയ്യുന്നുണ്ട്. മൈൻഡ് സെറ്റ് അപ്പൊ മാറ്റുമോ ഓരോ പടത്തിന് വേണ്ടിയിട്ട്? മൈൻഡ് സെറ്റപ്പ് മാറ്റും. ആ, കാരണം ഈ 3 പടങ്ങൾ പറഞ്ഞ ആ, പടത്തിന്റെ മുമ്പത്തെ പടം 2 പടമുണ്ട്. ആ, ഒന്ന് ചാന്ദ് പൊട്ട്, ആ. അതിന് മുമ്പ് ചന്ദ്രോത്സവം. ഓക്കെ, ഓക്കെ. അപ്പം ഈ 5ഉം ഒരു ഡിഫറെൻറ്റ് സ്റ്റോറീസാണ്. ഉം, ഉം, അപ്പോൾ സ്റ്റോറിക്ക് വേണ്ടി ഞാൻ എന്നെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യും. എൻ്റെ ട്രാൻസ്ഫോം ആവണമല്ലോ. സിനിമാറ്റോഗ്രാഫർ ഷുഡ് ഉം, ചേഞ്ച് ദംസെൽഫ്. അല്ലെങ്കിൽ എനിക്ക് ഒരു ടേസ്റ്റിലേ ഉണ്ടാവും. ഉം, അപ്പം ഉം, ഞാൻ കഥ കേൾക്കുമ്പോഴും ഡയറക്ടറിൻ്റെ ടേസ്റ്റ് വരുമ്പോഴും സ്ക്രിപ്റ്റ് റൈറ്റർ നറേറ്റ് ചെയ്യുന്നതും കേട്ടിട്ടാണ് ഞാൻ എന്നെ മാറ്റുന്നത്. ഉം, 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 അപ്പം എനിക്ക് ഒരു ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഒരു പാറ്റേൺ ഓഫ് ലൈറ്റിംഗ് ഉണ്ട്, ഒരു ക്യാമറ ഓപ്പറേഷൻ ഉണ്ട്. ഉം, ഇത് മാറി ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ആ കഥയുടെ ഉള്ളിൽ പോകണം, ഉം, ഇൻസൈഡ് പോയിട്ട് അതിൻ്റെ ഡെപ്ത് എന്താണെന്ന് മനസ്സിലാക്കുക. അത് മേ ബി എ ഹ്യൂമർ, ആർ സീരിയസ് മൂവി, ആർ സ്ലാപ്സ്റ്റിക് കോമഡി, ആർ എന്താ പറയുക ലവ് സ്റ്റോറി, യങ്സ്റ്റേഴ്സിൻ്റെ. അപ്പം ഇതും ഈ ട്രാവലിങ്ങിൽ ഓരോരോ സിനിമയിൽ ഓരോരോ ഇപ്പം രഞ്ജിത്ത് ഒരു കഥ പറഞ്ഞു. നന്ദനം കഴിഞ്ഞിട്ട് പിന്നെ ചെയ്ത പടങ്ങൾ ആ മിഴി രണ്ടിലും, അത് കഴിഞ്ഞിട്ട് ചന്ദ്രോത്സവം. അപ്പോൾ പുള്ളിയുടെ കഥകളുടെ മാറ്റം വരുന്നത് അതിലിരുന്ന് ഞാൻ ശ്യാമപ്രസാദിൻ്റെ ഒരേ കടൽ പോകുമ്പോൾ എൻറ്റയർലി ഡിഫറെൻറ്റ് സ്കൂളിംഗ് ആണ്. ആ സ്കൂളിൽ നമ്മൾ വീണ്ടും സീറോയിൽ നിന്ന് തുടങ്ങുക അഗെയിൻ. സോ അവിടെ നിന്ന് ഷാഫിയുടെ കൂടെ വരുമ്പോൾ ഇത് ഭയങ്കര അനദർ ഡിഫറെൻറ്റ് ഡയറക്ടർ. ഒരു യങ് വേൾഡ് ആണ്. യങ് വേൾഡാണ്. പുള്ളി ഭയങ്കര വൈബ്രൻ്റായി എല്ലാം ഹ്യൂമറായിട്ട്. നമ്മൾ സീരിയസ് ആയിട്ട് ലൈറ്റ് ചെയ്യുമ്പോൾ അത് തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചാന്ദ് പൊട്ട് ഭയങ്കര ടഫ് വർക്കായിരുന്നു. ചാന്ദ് പൊട്ട് അതിൻ്റെ കാരണങ്ങൾ പിന്നെ പറയാം. സോ ഇത് ഐ മൈസെൽഫ് ചേഞ്ച് മൈസെൽഫ് ടു ആ സ്റ്റോറി ആവുന്നു. അല്ലാതെ പറ്റില്ല. എല്ലാവരും അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ കൂടുതൽ കുറച്ച് ഹാർഡ് വർക്ക്, ഹോം വർക്ക് രണ്ടും ചെയ്യും. ഇപ്പൊ പേര് പോലെ തന്നെ വെക്കുന്ന ഫ്രെയിംസിനൊക്കെ ഒരു എസ്തെറ്റിക്സ്, ഒരു അഴകുണ്ടാവണം എന്ന് നിർബന്ധമുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഇപ്പൊ ചോട്ട മുമ്പ് എടുക്കാം സാർ. ഇപ്പൊ കറണ്ട് പോകുമ്പോ ഒരു വില്ലൻ വരുന്നു. അപ്പൊ കറണ്ട് പോകുമ്പോ അവിടെ ലൈറ്റ് ചെയ്യാൻ കുറച്ച് കാൻഡിൽസ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അവിടെ വെച്ചിട്ട് കലാപം മണിക്ക് കൊടുത്തിട്ടുള്ള ലൈറ്റപ്പ് ഉണ്ട്. അപ്പൊ അതും പിന്നെ ഈ വേദപുസ്തകത്തിൽ വായിച്ചിട്ടുള്ള അധർമ്മിയും ദുഷ്ടനും ഒക്കെ ഞാൻ തന്നെയാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു ഭീകരതയുണ്ട്. സോ ആ ഒരു ഫ്രെയിം മാത്രം സെറ്റ് ചെയ്യുന്നതിൽ തന്നെ അയാൾ എത്രമാത്രം ഈവിൾ ആയിട്ട് കേപ്പബിൾ ആണെന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞു. പിന്നെ നമുക്ക് വേറെ വേറെ എക്സ്റ്റൻഷൻ ഒന്നും വേണ്ട. ആ സീക്വൻസ് ഗംഭീരമാണ്. സോ അങ്ങനെ, അതായത് നമുക്ക് ലൈറ്റിന്റെ സാധ്യത ഒന്നും ഇല്ലാത്ത സമയത്ത് വരുന്നൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടല്ലോ, അതെങ്ങനെ? എല്ലാ ഫ്രെയിം വയ്ക്കുമ്പോൾ ഡയറക്ടറായിട്ട് കൺസൾട്ട് ചെയ്യാതെ എനിക്കിനും ഒരു ഫ്രെയിം ഞാൻ വയ്ക്കും മുമ്പ് അത് ഡയറക്ടർ പറഞ്ഞ ശേഷം അതിൻ്റെ പുള്ളിയുടെ എന്താ ടേസ്റ്റ് എന്നുള്ളത് ഞാൻ പല പ്രാവശ്യം ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഒരു ഫ്രെയിം വയ്ക്കുന്നത്. ആ ഫ്രെയിം വെച്ചിട്ട് ലൈറ്റിങ് ചെയ്തിട്ട് ഡയറക്ടർ വീണ്ടും ഇങ്ങനെ മതിയോ അല്ല എനിത്തിങ് ഇത് വേണമെന്നും. കാരണം എനിക്ക് ഈ അൻവർ റഷീദിൻ്റെ കൂടെ പോകുമ്പോൾ അതിന് മുമ്പ് ചെയ്തത് രാജമാണിക്യം ഭയങ്കര ലൗഡർ ഫിലിമാണ്. ചോട്ട മുമ്പേ വേറെ മൊത്തം സെലിബ്രേഷൻ. പുള്ളി ഇങ്ങനെ പൂന്ത് വിളാടുന്നാണ് പുള്ളി പറഞ്ഞത് എൻ്റെ അടുത്ത്. അപ്പം ഞാൻ ചോദിക്കും, അൻവർ ഇങ്ങനൊരു ചെയ്ത് വിട്ടേ ഡാർക്കായിട്ട് കാണിക്കാമല്ലോ എന്ന്. അപ്പം പുള്ളി പറഞ്ഞ വാക്കാണ് പല പ്രാവശ്യം ചേട്ടൻ പൂകന്ത് വിളയാട്. അത് തമിഴ് വാക്കാണ്. പക്ഷേ അതൊരു ഇത് കിട്ടും, എനർജി കിട്ടും. അപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ചെയ്ത് അത് ടേക്ക് എടുത്തപ്പോൾ അന്ന് മോണിറ്ററിലില്ല. മോണിറ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോ ക്വാളിറ്റി മോണിറ്ററാണ്. അതുകൊണ്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. മോണിറ്റർ വെച്ചിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കണ്ണ് ആണ് ജഡ്ജ്മെൻറ്റ്. മനസ്സും കണ്ണും ഒരുമിച്ച് പോകുമ്പോഴാണ് നമുക്ക്. അപ്പം ഡയറക്ടേഴ്സ് ഇതുവരെ എനിക്ക് തോന്നുന്നില്ല ഡയറക്ടേഴ്സ് ആണെങ്കിലും ഈ ഫ്രെയിം വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. കാരണം അവർക്ക് അവരെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ധാരണയിലെത്തും. ഇപ്പൊ ചോട്ട മുംബൈയിൽ ഏറ്റവും അധികം
എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത സീക്വൻസ്, തട്ടുകട സീക്വൻസ് ഉണ്ട്, ക്ലൈമാക്സിലെ പാപ്പാനിയൊക്കെ എത്തിക്കുന്ന സീക്വൻസ് ഉണ്ട്, പാട്ടുകളുണ്ട്, ഓരോരുത്തരുടെയും സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻട്രോസ് ഉണ്ട്. ഇപ്പൊ ജഗതിയുടെ ഇൻട്രോ ഉണ്ട്, സിദ്ദിഖ് മണിക്കുട്ടൻ കോമ്പോന്റെ ഇൻട്രോ ഉണ്ട്, ലാലേട്ടന്റെ ഇൻട്രോ ഉണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത സീക്വൻസ് ഏതാ ചോട്ടാമുംബൈയില്? ശരിക്കും എല്ലാ സീൻസും ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തത്. അതിൽ പർട്ടിക്കുലർ പറയുകയാണെങ്കിൽ ലാൽ സാർ ഈ ബൈക്കിൽ വരുന്ന ഒരു ഷോട്ടുണ്ട് ഗ്രൗണ്ടിൽ. അപ്പോൾ അത് ടെലി ലെൻസാണ് ഉപയോഗിച്ചത്. അപ്പോൾ എൻ്റെ ക്യാമറ ഓപ്പറേഷൻ മൊത്തം അതിൽ ഒരു ഡിഫറൻറ്റ് ഞാൻ ട്രൈ ചെയ്തു. അതിൻ്റെ ആ ടൈമിൽ എനിക്ക് ഡച്ച് ഹെഡ് എന്നൊരു ഹെഡുണ്ട്. ഡച്ച് ഹെഡ് എന്ന് പറയുന്നത് ക്യാമറ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ക്യാമറ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് അത് ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ചെന്നൈ ആർ ബോംബെ. അതിൻ്റെ റെന്റ് അന്ന് ഭയങ്കര ഹൈ ആണ്. അപ്പം ഞാൻ ഇത് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ട്രൈ ചെയ്യാൻ പറഞ്ഞു. മെഡ്രാസിലെ പല ഫ്രണ്ട്സുകളെയും വിളിച്ച് നോക്കി ഡച്ച് ഹെഡ്. അപ്പോൾ 1 or 2 എല്ലാം എൻഗേജ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ ഡച്ച് ഹെഡ് നമ്മുടെ സാധാരണ ട്രൈപോഡിൽ തന്നെ ക്രിയേറ്റ് ചെയ്തു. നേരെ ഓപ്പോസിറ്റ് ആക്കി. ബട്ട് അത് ഭയങ്കര റിസ്ക് ആയിരുന്നു. അപ്പം അതിലൊന്ന് എന്താണെങ്കിൽ എല്ലാ ഷോട്ടിലെയും ഒരു ട്രാക്ക് ഉണ്ട്, ഒരു സൂം ഉണ്ട്, ആൻഡ് ക്യാമറ ഡച്ച് ഹെഡ് ഓപ്പറേഷൻ, സിഗ്സാഗ് മൂവ്മെന്റ്. അപ്പം ഭയങ്കര റിസ്ക് ആണ്. ഓരോ ഷോട്ട് എടുക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് വരും, ഇത് ക്യാമറയിൽ കിട്ടുമോ എന്ന്. എനിക്ക് തുടക്കത്തിൽ ഉണ്ടായില്ല, എനിക്ക് ആ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ പ്രാർത്ഥിച്ചിട്ട് ചെയ്യുക. ക്യാമറ തന്നെ നമ്മുടെ ടെമ്പിൾ, നമ്മുടെ മാസ്ക്, നമ്മുടെ ചർച്ച്. അപ്പോൾ അതിനെ പ്രാർത്ഥിക്കുക ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി. അപ്പോൾ കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത്. അപ്പോൾ ലാൽ സാർ ഇങ്ങനെ വരുമ്പോൾ ഞാൻ സൈഡ് വൈസ് ആണ് ക്യാമറ ഒക്കെ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലാൽ സാറിന്റെ പറഞ്ഞു, ഒന്ന് ടഫ് ഷോട്ടാണ്, ഐ എം ട്രൈയിങ് ഔട്ട്, ശരിയായില്ലെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞു. അണ്ണാ എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. ലാൽ സാർ എന്താ ചെയ്യുക, ബൈക്കിൽ നിന്ന് ലാൽ സാറെ വിട്ടിട്ട് ഞാൻ വേറെ ബാക്ക്ഗ്രൗണ്ട് പോയിട്ട് തിരിച്ചു വന്ന് ക്യാപ്ചർ ചെയ്യുമ്പോൾ ഹി വിൽ ബി ഇൻ ദ ഫ്രെയിം. അപ്പം ഞാൻ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഒരു കണ്ണിൽ പുള്ളി അത് വാച്ച് ചെയ്തിട്ടാണ് വരുന്നത്. അതാണ് എക്സ്പീരിയൻസ്. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇതേ സംഭവം തന്നെ എനിക്ക് എക്സ്പീരിയൻസ് മറ്റേ ഇതിലെ ചന്ദ്രോത്സവത്തിലും കിട്ടിയിട്ടുണ്ട്. സോ ഈ എക്സ്പീരിയൻസ് ആക്ടേഴ്സ് ദേ വിൽ അണ്ടർസ്റ്റാൻഡ് ടെക്നിക്. നമ്മൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ബ്രീഫ് ചെയ്യണം. നമ്മൾ സീക്രട്ടായിട്ട് എല്ലാം ഓപ്പൺ ആയിട്ട് ഷുഡ് ബി ഓപ്പൺ ആണ് ദ ലൊക്കേഷൻ. ഇന്നത്തെ ജനറേഷൻ പോലെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന എല്ലാ പഴയ ജനറേഷൻ. അത് ഭയങ്കര എല്ലാവരും ക്യാമറമാൻ ആണെങ്കിൽ അവർ മാത്രമേ ചെയ്യാൻ പറ്റും, ഡയറക്ടർ ആണെങ്കിൽ അവർ മാത്രമേ ചെയ്യുന്നത്. അങ്ങനെ പോയ ടീമിലെ എൻ്റെ ഭാഗ്യം എല്ലാ ഡയറക്ടേഴ്സും കൂടെ മിക്സ് ചെയ്യാൻ പറ്റി. അതെ. അപ്പം അതും ഒരു ഷോട്ട്. അത് കഴിഞ്ഞിട്ട് ഈവൻ മണി ലാസ്റ്റിലെ ക്ലൈമാക്സിൽ എടുക്കുമ്പോൾ അപ്പോൾ അത് ഭയങ്കര റിസ്കി ഷോട്ടാണ്. നമ്മൾ അത് റിസ്കി എന്ന് പറഞ്ഞാൽ അത് പൊട്ടി താഴെ വീഴുന്ന ഒരു ഷോട്ടാണ്. അപ്പോൾ ആ വീഴുന്ന ടൈമിൽ ഞാൻ ഗ്രാഫിക്സിൽ ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചത്. ഞാൻ ക്യാമറ എടുത്തിട്ട് ബാഗിൽ മൂവ് ചെയ്ത് മണി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുകൊണ്ട് വീണാൽ കൊള്ളാന്ന് പറഞ്ഞപ്പോൾ കംപ്ലീറ്റ് വീണ് ഫ്രെയിമിൽ. അതൊക്കെ ഒരു മിറാക്കിൾ സംഭവിച്ച പോലെ കിട്ടിയതാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. കാരണം ആ ടൈമിങ് എങ്ങനെ പെർഫെക്റ്റ് ആയി നമുക്കിപ്പം അറിയത്തില്ല. സോ അതുപോലെ പല ഷോട്ടുകളും ചോട്ടാ മുംബൈയിൽ അങ്ങനെ. ഇപ്പം ആക്സിഡൻറ്റ്, ഫോർട്ട് കൊച്ചിയിലെ ആക്സിഡൻറ്റ്, അപ്പോൾ ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ആക്സിഡൻറ്റ് ഒരു സ്റ്റണ്ട് മാസ്റ്റർ ചെയ്ത്. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. 2 ക്യാമറവേ ഒന്ന് വെച്ചിരുന്നു. മുമ്പ് എല്ലാ ഫിലിമും ഒരു ക്യാമറ വെച്ച് ചെയ്യുന്നത്, ഇന്നുപോലെ മൾട്ടിപ്പിൾ ക്യാമറ വെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരു സിനിമാറ്റോഗ്രാഫറെ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആവും ഹോൾ ഇൻഡസ്ട്രി. ആ സിനിമ ഷൂട്ടിങ്ങിലുള്ള എല്ലാവരും ഇയാൾ കറക്റ്റായിട്ട് എടുക്കുമെന്ന് മാത്രം എല്ലാവരുടെ ചിന്തയായിരിക്കും. ആ ചിന്ത നമ്മൾ മനസ്സ് സ്ട്രോങ് ആയി വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ് അത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ക്യാമറ ഓപ്പറേഷനിൽ ഡെഫിനറ്റാ ഞാൻ ഒരു ഡിഫറൻറ്റും കളർ പാറ്റേണിൽ ഡിഫറൻറ്റും ചെയ്ത ഒരു പടമാണ് ചോട്ടാ മുംബൈ. അന്നത്തെ കളറെ പറ്റി തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് സിനിമാറ്റോഗ്രാഫേഴ്സ് വിളിച്ച് ഇതെന്താ മെക്സിക്കൻ കളേഴ്സ് എന്ന് പറയാം. ആ ടൈപ്പ് ഓഫ് വൈബ്രൻ്റ് ആയിട്ട് സിറ്റി ഓഫ് ഗോഡ്, സിറ്റി ഓഫ് ഹെവൻ, അങ്ങനെയുള്ള ചെറിയ ചെറിയ പടങ്ങളൊക്കെ കണ്ടിട്ട് അതിലെ എല്ലാം റെഫറൻസാണ് നമുക്ക് മനസ്സിൽ. കാരണം പിന്നെ എനിക്ക് പെയിൻറ്റിങ് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് പെയിൻറ്റിങ് ഒക്കെ നോക്കിയിട്ട് അത് എങ്ങനെ റെഡ് യെല്ലോ ഗ്രീൻ തീം അതാണ്. അതുകൊണ്ടാണ് ഞാൻ അതിൽ ഉപയോഗിച്ച ഫിലിമും ബേസ് ഇന്നുപോലെ ഗ്രേഡിങ് വന്നിട്ട് DI എന്ന് പറയുന്ന ഗ്രേഡിങ് അല്ല. 3 കളറാണ് നമ്മൾ ചൂണ്ടി, അതായത് റെഡ്, ബ്ലൂ, ഗ്രീൻ ആൻഡ് യെല്ലോ. ഇത് നമ്മൾ തിരിച്ച് മെജന്ത, ഇൻഡിഗോ, സിയാൻ അങ്ങനെയാണ് കിട്ടുന്നത്. അതിലിരുന്നാണ് ഒരു റെഡ് കുറയ്ക്കുക, ഒരു ഇന്ന് പോലെ ഡിജിറ്റൽ ഇട്ടിട്ട് കാണാൻ പറ്റില്ല. സോ മൈൻഡ് സെറ്റാണ് നമ്മുടെ കണ്ണ് ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിരിക്കണം. ആ കളർ എടുക്കുന്നതിക്ക് ഫസ്റ്റ് ആദ്യം ഒരു ടെസ്റ്റ് എടുത്തു. ടെസ്റ്റ് എടുത്തിട്ട് വാസ് നോട്ട് ഹാപ്പി.
എനിക്ക് ആ യെല്ലോയിഷ് ഗ്രീൻ ആഡ് ചെയ്ത ഒരു യെല്ലോയിഷ് അത്. അപ്പോൾ രണ്ടാമതൊരു ടെസ്റ്റ് എടുത്ത് മൂന്നാമത് ടെസ്റ്റ് എടുത്തപ്പോൾ ഐ വാസ് ഹാപ്പി. അൻവർ റഷീദ് വിളിച്ച് പറഞ്ഞ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ചേട്ടൻ ഭയങ്കര ഫ്രീഡം തന്നു ഡയറക്ടേഴ്സ്.